ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് നെടുമ്പാശ്ശേരിയിലാണ്. ഞാനിവിടെ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ പോകുന്നത് ഡിപ്പാർച്ചറിലോട്ടേക്കാണ്. അമ്മയും അനിയത്തിയൊക്കെ ഡിപ്പാർച്ചറിലുണ്ട്. സോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് വേണം ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് സെക്യൂരിറ്റി ചെക്കിനാണ്. അപ്പോൾ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാണ്. ചെക്കിനെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം ഗേറ്റിലെത്തി. ഞങ്ങളിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് കയറിയിട്ടാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായത്. ഇത് ഞങ്ങൾ 3 പേരുടെയും കൂടെ ഉള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ 3 പേര് ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ഒറ്റയ്ക്ക് പോകുന്നത് കാരണം. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തു. ഇനി ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ട് റെഡി ഫോർ ദ ടേക്ക് ഓഫ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലൈറ്റിലെ വിൻഡോയിലൂടെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഹെലികോപ്റ്ററും ഫ്ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാൻഡിങ് ചെയ്തു അഗതി എയർപോർട്ടിൽ. അവിടെ നിന്ന് എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ബീച്ചാണ് ഇത്. ഈ ഒരു ബ്ലൂ കളറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവർ ചേട്ടൻ വന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെ ഉള്ളൊരു സിറ്റി ഹോട്ടലിലേക്കാണ്. അപ്പോൾ അത് കുറച്ചൊരു 10 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ മരങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ റോഡാണ്. 2 വണ്ടികൾ ഒരു സമയത്ത് പോലും പോകത്തില്ല. അത്രയും ചെറിയ റോഡിൽ കൂടെ ഉള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ കാറും AC-യും എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പഴയ ഒരു കാലത്തോട്ടേക്ക് ഞങ്ങൾ പോയ പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായത്. ഇപ്പം നമ്മൾ സിറ്റി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൽ ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കാരണം നല്ല ഹംഗ്രി ആയിരുന്നു. അത് കാരണം ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പുട്ടും മുട്ട റോസ്റ്റുമാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായത്. ഞങ്ങൾ ഫിഷ് കറി കഴിച്ചു. പക്ഷെ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റൂമിൽ എത്തിയ പാടന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പോകാൻ പോകുന്നത് ബീച്ചിലോട്ടേക്കാണ്, അഗതി ബീച്ചിലേക്ക്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഹോം സ്റ്റേ ആയിരുന്നു. പരിസരത്ത് മൊത്തം വാഴയും കവുങ്ങും പിന്നെ കുറേ കോഴികളും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊരു 3 BHK വരുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അഗതി ബീച്ചിലേക്ക് എത്തും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കാണ്. ഈ ബീച്ചിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ആക്ച്വലി ലക്ഷദ്വീപിലെ കടലാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഗതി ദ്വീപിലാണ്. സോ ഇതാണ് കടൽ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു നീല വെള്ളമായിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിലും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് പോവാണ്. അപ്പോൾ ഡ്രൈവറിനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വൈകിട്ടൊരു 4 ആയപ്പോഴാണ്. അപ്പം തന്നെ ഡ്രൈവർ വന്ന് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായത് അവിടെ അടുത്തുള്ള മ്യൂസിയമും എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിയത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായത് ഒരു പഴയ കപ്പലും പിന്നെ ഹിസ്റ്ററിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പഴയ വെസൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ബീച്ചിലേക്കാണ്. നമ്മൾ അതിനുശേഷം പോയത് ലഗൂൺ ബീച്ചിലേക്കാണ്. ലഗൂൺ ബീച്ച്
ഇവിടെയുള്ള എല്ലാ ബീച്ചുകളും ബ്ലൂ കളർ സീ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ വെൽക്കം ടു ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കവാടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബീച്ച് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ ഭയങ്കര സൂര്യനായിരുന്നു, കാരണം കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു. അതിൻ്റെ ഏറ്റവും എൻഡ് വരെ പോയി അവിടെ ചെന്ന് വീണ്ടും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അത്ര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ലഗൂൺ ബീച്ചിന് ശേഷം നമ്മൾ വന്നേക്കുന്നത് അന്തം ബീച്ചിലേക്കാണ്. അന്തം ബീച്ചിൻ്റെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബീച്ചാണ്, ബാക്ക് സൈഡിലും കടലായിരുന്നു. ബീച്ചിലുള്ള ഒരു കഫേയിലാണ് നമ്മൾ ചായ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായത്. ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ചിക്കൻ ബ്രെഡ് ഓംലെറ്റ്, ചിക്കൻ സാൻഡ്വിച്ച്, ലൈം ജ്യൂസ്, മാംഗോ ജ്യൂസ്, ചായ, അങ്ങനെ എല്ലായിരുന്നു. എല്ലാം ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു കഫേ ആയിരുന്നു. അത് ബീച്ചിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് രാത്രി വന്നിട്ടുണ്ടായത് ജെട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് കണ്ടു. ഹലോ ഗൈസ്, ഇന്ന് ഡേ 2 ആണ്. നമ്മൾ സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്, കയാക്കിംഗ് ഒക്കെ. അപ്പം ഇവിടുത്തെ ബീച്ചിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒരു അടിപൊളി ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഫസ്റ്റ് തന്നെ പോകാൻ പോകുന്നത് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഗിയറും എല്ലാം നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരു 2 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയിട്ട് അവിടെയാണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പോയത്. നമുക്ക് ബോട്ടിൽ വെച്ചിട്ടായിരുന്നു അവർ ഈ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. അവിടെ എത്തുന്നത് വരെയും അതിൻ്റെ ക്ലാസ്സും എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ സിഗ്നൽസ് കാണിക്കണം അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. ഒരു പ്രാവശ്യം 4 പേര് വെച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. 4 പേരെയാണ് ഒരുമിച്ച് അവർ അണ്ടർ ദ വാട്ടർ കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രക്ടർ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനീഷ്യലി നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ശ്വാസം ശരിയാവണമല്ലോ, നമുക്ക് മാസ്ക് കൂടെ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഇച്ചിരി ഒരു ടഫായിട്ടുള്ളൊരു സ്റ്റേജ് തന്നെയായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അണ്ടർ ദ വാട്ടർ പോയി എല്ലാം കണ്ടു വന്നിട്ടുണ്ടായിരുന്നു.
ഇനി നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് താഴത്തോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ജാക്കറ്റിലെ എയർ കൺട്രോൾ ചെയ്തിട്ട് അവർ തന്നെ ഇൻസ്ട്രക്ടർ തന്നെ നമ്മളെ താഴത്തോട്ടേക്ക് എത്തിക്കുന്നുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് തരത്തിലുള്ള ഫിഷുകൾ, പലതരമുള്ള പവിഴപ്പുറ്റുകൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മൾ താഴെ വെച്ച് കണ്ടു. സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ കയാക്കിങ്ങിന് വേണ്ടി പോയത്. പക്ഷേ കയാക്കിങ് നമ്മൾ കരയുടെ അടുത്ത് തന്നെയാണ് ചെയ്തത്. അത് കാരണം വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കാണ് ചെയ്തിട്ടുണ്ടായത്. ബിക്കോസ് അമ്മക്കും അനിയത്തിക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി കുറച്ച് നേരം കയാക്കിങ് ചെയ്തു, പിന്നെ തിരിച്ചു വന്നു. ഈവനിങ്ങിൽ ഞങ്ങൾക്ക് പിന്നെ ഗ്ലാസ് ബോട്ടം ബോട്ടിലെ ഒരു റൈഡ് ആയിരുന്നു കൽപ്പിത്തി ഐലൻഡിലേക്കുള്ള. അപ്പോൾ ആ ഒരു റൈഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് നമുക്ക് അണ്ടർ വാട്ടറിലുള്ള ഒരുപാട് തരം പവിഴപ്പുറ്റുകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം റൈഡായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് ടേർട്ടിൽസ് അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കൽപ്പിത്തി ഐലൻഡ് എന്ന് പറയുന്ന അഗതി എയർപോർട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഐലൻഡ് തന്നെയായിരുന്നു. അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റുമായിരുന്നു. അവിടെ നമ്മൾ പലതരം മീനുകളെയും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബോട്ടം ബോട്ടിൽ പോകുന്ന സമയത്ത്. അത് നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു അത് കാണാനായിട്ട്. ഒരു അരമണിക്കൂർ റൈഡിന് ശേഷം നമ്മൾ എത്തിയത് കൽപ്പിത്തി ഐലൻഡിലേക്കാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ മനുഷ്യവാസമേ ഉണ്ടായിരുന്നില്ല. അവിടെ ഫുള്ളും കണ്ടൽക്കാടുകളായിരുന്നു. 4 സൈഡിലും അവിടെ കടൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഐലൻഡ് ആയത് കാരണം. അത് കാരണം നമ്മൾ ആദ്യം തന്നെ നടന്ന് പോയിട്ടുണ്ടായത് ഒരു കടലിലോട്ടേക്കാണ്. അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് തന്നെ അടുത്തൊരു ഭാഗത്തേക്ക് തന്നെ എത്തുന്നുണ്ടായിരുന്നു. ആ ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ബിക്കോസ് നമ്മളൊക്കെ ഇവിടെ കൊച്ചിയിലും കോഴിക്കോടൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സൈഡല്ലേ കടലുണ്ടാവുള്ളൂ. ഇതിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും കടലാണ്. ആ ഒരു നല്ല രസം തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിറയെ റോക്സ് ഉണ്ടായിരുന്നു. നമുക്ക് നടക്കാനും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും ഒക്കെ തന്നെ റോക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിറയെ ഷെൽസ് ഉണ്ടായിരുന്നു, പല ഷേപ്പിലും പല സൈസിലും ഉള്ള ഷെൽസ്. നമ്മുടെ സൺസെറ്റ് ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പഞ്ചായത്ത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങൾ എഗ് പറാട്ടയൊക്കെ കഴിച്ചു രാത്രിത്തെ ഡിന്നറായിട്ട്. ഡേ 3 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. അത് കാരണം ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ഐറ്റിനറി വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. പക്ഷെ അത് വർക്കൗട്ടൊക്കെ ആയി. കുറച്ച് സമയം 10-20 മിനിറ്റ് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചോർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് പഞ്ചായത്തിലേക്കാണ് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് പോകാനുണ്ടായിരുന്നത് തിന്നക്കര ഐലൻഡ്സിലേക്കാണ്. തിന്നക്കര ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു 1.5 to 2 hours ദൂരമുള്ള ഒരു ഐലൻഡ്സ് ആണ്. അവിടെ ആക്ച്വലി 4 കുടുംബങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. സമയം സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടിച്ചത് കാരണം ഞാൻ കുറച്ച് നേരം ബാക്ക് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് കടലിലോട്ടേക്ക് ഇടാം. അപ്പോൾ പിന്നെ കുറച്ച് തിരയൊക്കെയായി അങ്ങനെ ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിന്നക്കര ഐലൻഡ്സിലെത്തി. ഇവിടുത്തെ ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള വെള്ളമായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ പിന്നെ 4 കുടുംബങ്ങളാണ് അവിടെ സ്ഥിരമായി താമസിക്കുന്നത്. അത് കാരണം മഴയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അഗതിയിൽ പോയി സാധനം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് കാരണം അവർ തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഒരുപാട് പേര് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നതന്നെ ഉണ്ടായിരുന്നു. തിന്നക്കര ദ്വീപിൽ നിൽക്കുന്ന ഒരു ഫാമിലീൻ്റെ വീടാണിത്. അവരിവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അവരോടൊക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മളിങ്ങ് നേരെ പോകുന്നത് സ്നോർക്കലിങ്ങും ഫിഷിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി തിരിച്ച് ബോട്ടിലേക്കാണ്. ബോട്ടിൽ കയറി നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നത് കാരണം നമ്മൾ ലഞ്ച് കഴിക്കാനായിരുന്നു പോകുന്നുണ്ടായത്. ബോട്ടിൽ കയറി ലഞ്ച് ഫിഷ് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ കുറച്ച് മീനിന് വേണ്ടി ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്നോർക്കലിംഗ് ചെയ്തിട്ടുള്ളത് ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. അത് കാരണം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ആ ഒരു അണ്ടർ ദ സീ ഉള്ള ആ ഒരു സൗണ്ടും എല്ലാം കൂടി ആയിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു സ്നോർക്കലിംഗ് ചെയ്ത് കണ്ടത്. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
ഡേ 4 മോർണിംഗ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് തിരിച്ച് കൊച്ചിക്ക്. 10:20 ഫ്ലൈറ്റ്. പക്ഷേ അത് മഴ കാരണം ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര മഴയായിരുന്നു. അത് കാരണം ഫ്ലൈറ്റിന് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ഞങ്ങൾക്ക് 2:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടൈമും കൂടെ ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കടൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതൊക്കെ നോക്കി ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ തന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് 3:30 കൊച്ചി എയർപോർട്ടിൽ എത്തി. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.